ഹലോ, എല്ലാവർക്കും സിംപ്ലി ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? അതെ, ഗണിതത്തിലെ അഡീഷൻ കൂട്ടാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ വരും. അഡീഷൻ കഴിഞ്ഞാൽ സബ്സ്ട്രാക്ഷൻ വരും, മൾട്ടിപ്ലിക്കേഷൻ വരും, ഡിവിഷൻ വരും. ഇങ്ങനെ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും തുടരുന്ന ക്ലാസ്സുകളിൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ്. എന്താണ്? അതെ, ദ സബ്ജക്റ്റ് ഈസ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റ് പല കുട്ടികൾക്കും പല രീതിയിലാണ് ഉള്ളത്. ചില കുട്ടികൾക്ക് വെരി ഈസി ആയിരിക്കും, ചില കുട്ടികൾക്ക് ആവറേജ് ആയിരിക്കും, ചില കുട്ടികൾക്ക് ടഫായിരിക്കും. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെ ആയാലും സിംപ്ലി ലേണിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിലെടുക്കുക. നമ്മൾ എന്താണ് ബേസ് തൊട്ട് നമ്മൾ അഡ്വാൻസ് വരെയുള്ള കാര്യങ്ങൾ ഓരോ ക്ലാസ്സിലായിട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും. ഇപ്പം ക്ലാസ് 1 to 10 വരെയുള്ള കുട്ടികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണിത്. സോ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് എന്താണ്, നിങ്ങൾ ട്യൂഷൻ പറഞ്ഞയക്കുന്നുണ്ടാവും, അല്ലാത്ത ക്ലാസ്സിനൊക്കെ പറഞ്ഞയക്കുന്നുണ്ടാവും. അതുപോലെ ഈ ഒരു വീഡിയോസും കൂടെ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. വളരെ കുറഞ്ഞ സമയം, ഏറിപ്പോയ ഒരു 10 minutes ഒക്കെയാണ് ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ സബ്ജക്റ്റ് ഏതാണ്? അതെ, അവർ സബ്ജക്റ്റ് ഈസ് ടുഡേ ഈസ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ ഇഷ്ടമല്ലാത്തവർ എന്ത് ചെയ്യണം? നമ്മൾ ഇംഗ്ലീഷിനെ ഇഷ്ടപ്പെടണം. കാരണം ഇംഗ്ലീഷ് എന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇപ്പോൾ ഒരു കോമൺ സബ്ജക്റ്റായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സോ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് സംസാരിക്കാനും വായിക്കാനും ഒക്കെ, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇന്ന് ഇംഗ്ലീഷിൽ നമ്മൾ ബേസ് തൊട്ട് പറഞ്ഞു വരികയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇംഗ്ലീഷിലെ ടോട്ടൽ ലെറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. നമ്മുടെ മലയാളത്തിൽ സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, അക്ഷരങ്ങൾ എന്ന് പറയുന്ന പോലെ ഇംഗ്ലീഷിൽ എന്തുണ്ട്? ലെറ്റേഴ്സ് ഉണ്ട്. ലെറ്റേഴ്സ് എന്താണ്? അതെ, ലെറ്റേഴ്സ്. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരങ്ങൾ. അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ? ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? അതെ, ഏതൊക്കെയാണ്? എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ, പി, ക്യു, ആർ, എസ്, ടി, യു, വി, ഡബ്ല്യു, എക്സ്, വൈ, സെഡ്. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷിലെ ടോട്ടൽ ലെറ്റേഴ്സിനെ വി ഓൾറെഡി റിട്ടൺ ഓൺ ദിസ് വൈറ്റ് ബോർഡ്. നമ്മൾ ഈ വൈറ്റ് ബോർഡിൽ ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. സോ ഇനി നിങ്ങൾ പറയൂ, എത്ര ലെറ്റേഴ്സാണ് ഇംഗ്ലീഷിലുള്ളത്? എത്ര ലെറ്റേഴ്സാണ് ഇംഗ്ലീഷിലുള്ളത്? ഹൗ മെനി ലെറ്റേഴ്സ് ആർ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്? യെസ്, കൗണ്ട് ചെയ്തോളൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26. യെസ്, എത്ര ലെറ്റേഴ്സാണ് ഇംഗ്ലീഷിലുള്ളത്? 26 അക്ഷരങ്ങളാണ് ആകെ ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് വെരി ഈസി. അപ്പോൾ എല്ലാവർക്കും എ ടു സെഡ് വരെ ABCD അറിയാലോ? എ ടു സെഡ് വരെ ABCD അറിയാലോ? ഓക്കെ, ഒരു തവണ കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് എ ടു സെഡ് വരെ ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, അപ്പോൾ എല്ലാവരും എ ടു സെഡ് വരെ ഒന്ന് റീഡ് ചെയ്തേ. A B C D E F G H I J K L M N O P Q R S T U V W X Y Z. ഓക്കെ, അപ്പോൾ എ ടു സെഡ് വരെ റീഡ് ചെയ്തു. വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലിപ്പം ടോട്ടൽ ലെറ്റേഴ്സ് എത്രയാണ്? യെസ്, 26 ലെറ്റേഴ്സാണ് ടോട്ടൽ ഉള്ളത് അല്ലേ? അപ്പോൾ ഇംഗ്ലീഷിലെ കുറച്ച് വാക്കുകൾ നമുക്ക് പഠിച്ചാലോ? കുറച്ച് കുഞ്ഞു കുഞ്ഞു വേർഡ്സ് പഠിക്കാം. ഓക്കെ, സ്മോൾ വേർഡ്സ് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്. ഫസ്റ്റ് വൺ നമുക്ക് കുറച്ച് ആനിമൽസിൻ്റെ പേര് പഠിച്ചാലോ? അതെ, ആനിമൽസിൻ്റെ പേര് പഠിക്കാം. നമ്മുടെ വീട്ടിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ആനിമലാണ്, അല്ലെങ്കിൽ ഒരു
ഒരു ഡൊമസ്റ്റിക് ആനിമൽ, നമ്മുടെ വീട്ടിലുള്ള ഒരു ആനിമലാണ് ആര്? അതെ, ക്യാറ്റ്. ആരാണ്? ക്യാറ്റ്. ക്യാറ്റ് എന്ന് പറഞ്ഞാൽ പൂച്ച. ആരാണ്? പൂച്ച. ക്യാറ്റ്. CAT, ക്യാറ്റ്. നെക്സ്റ്റ് ഡൊമസ്റ്റിക് ആനിമൽ ആരാ? അതെ, കൗ. ആരാണ്? കൗ. കൗ എന്ന് പറഞ്ഞാൽ പശു. പശു. കൗ, പശു. നെക്സ്റ്റ് നമുക്ക് എഴുതാം ഹെൻ. ഹെൻ. ഹെൻ എന്ന് പറഞ്ഞാൽ കോഴി. ഹെൻ, കോഴി. ഹെൻ, കോഴി. അപ്പോൾ ക്യാറ്റ്, പൂച്ച, കൗ, പശു, ഹെൻ, കോഴി. ഇനി നെക്സ്റ്റ് ടൈം വീട്ടിലെ പൂച്ചയെയും പശുവിനെയും കോഴീനെയൊക്കെ കാണുമ്പോൾ എന്താണ് അവരെ വിളിക്കേണ്ടത്? ക്യാറ്റ്, കൗ, ഹെൻ. ഓക്കെ, അപ്പോൾ 3 വേർഡ്സ് പഠിച്ചു. ഇനി നമുക്ക് വീട്ടിലുള്ള എന്താ പറയുക, കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ഒരു 3 ഫ്ലവേഴ്സിൻ്റെ പേര് പഠിക്കാം. ആദ്യത്തെ ഫ്ലവറാണ് റോസ്. ഏതാണ്? അതെ, ബ്യൂട്ടിഫുള്ളായിട്ട് റെഡ് കളറിലൊക്കെ കാണുന്ന റോസ് ഇല്ലേ? റോസാപ്പൂവ്. റോസ്. ഇനി വേറൊരു ഫ്ലവറാണ് ഹിബിസ്കസ്. ഏതാണ്? അതെ, ഹിബിസ്കസ്. ആരാണ് ഈ ഹിബിസ്കസ്? ഹിബിസ്കസ്. ഹിബിസ്കസ് ചെമ്പരത്തി. ചെമ്പരത്തിക്കുണ്ട് വീട്ടിൽ. അതെ, ചെമ്പരത്തിയാണ് ഹിബിസ്കസ്. ചെമ്പരത്തി, ഹിബിസ്കസ്. നെക്സ്റ്റ് ഏത് ഫ്ലവറിൻ്റെ പേര് എഴുതാം? ജാസ്മിൻ. ജാസ്മിൻ എഴുതാം. ജാസ്മിൻ. 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 ജാസ്മിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ കണ്ടോ? ജാസ്മിൻ എന്ന് പറഞ്ഞാൽ എന്താ? മുല്ല. മുല്ലയാണ് ജാസ്മിൻ. അപ്പം നമ്മളിപ്പം 3 ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ പേര് പഠിച്ചു. ഇപ്പോൾ 3 ഫ്ലവേഴ്സിൻ്റെ പേരാണ് പഠിക്കുന്നത്. റോസ്, റോസാപ്പൂ, ഹിബിസ്കസ്, ചെമ്പരത്തി, ജാസ്മിൻ, മുല്ല. ഇനി നെക്സ്റ്റ് ടൈം വീട്ടിലെ ഫ്ലവേഴ്സിനെ കാണുമ്പം റോസ്, ഹിബിസ്കസ്, ജാസ്മിൻ. ചെമ്പരത്തിനെ കാണുമ്പോൾ എന്ത് വിളിക്കണം? ഹിബിസ്കസ്. സോ ഇപ്പം നമ്മൾ 3 ഫ്ലവേഴ്സിൻ്റെ നെയിംസും പഠിച്ചു. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഡിഫറെൻ്റ് ഇപ്പം വേർഡ്സ് നോക്കിയത്. ഇനി സെൻറ്റൻസ് നോക്കാം. സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. നമ്മൾ സംസാരത്തിലൊക്കെ വരുന്ന കുറച്ച് വാക്കുകളുണ്ട്. അത് നമുക്കൊരു 3 എണ്ണം നോക്കാം. ആദ്യം നോക്കാൻ പോകുന്നത്, നിങ്ങൾ രാവിലെ മോർണിംഗ് തന്നെ എഴുന്നേൽക്കും അല്ലേ? രാവിലെ മോർണിംഗ് എഴുന്നേൽക്കുമ്പം നിങ്ങളുടെ മദർ വന്നിട്ട് എന്ത് പറയും? എഴുന്നേൽക്കൂ. കാരണം നിങ്ങൾക്ക് സ്കൂളിലൊക്കെ പോകാനുണ്ടാവും. സോ എഴുന്നേൽക്കൂ എന്ന് പറയൂലേ. എന്താണ് എഴുന്നേൽക്കൂ എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ? എഴുന്നേൽക്കൂ എന്നതിൻ്റെ ഇംഗ്ലീഷാണ് ഗെറ്റ്. ഗെറ്റ് അപ്പ്. GETUP. ഗെറ്റ് അപ്പ്. ഗെറ്റപ്പിൻ്റെ മീനിങ് എന്താ? എഴുന്നേൽക്കൂ. എഴുന്നേൽക്കൂ, അതായത് വേഗം എണീക്കൂ. എഴുന്നേൽക്കൂ. എഴുന്നേൽച്ചാലല്ലേ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്കൂളിൽ പോകണ്ടേ. സോ ഗെറ്റപ്പ്, ഗെറ്റപ്പ്, ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കൂ. എഴുന്നേൽക്കൂ. ഇതൊക്കെ ഇപ്പം തന്നെ പഠിക്കണം. ഈ വീഡിയോൻ്റെ അവസാനം ഡിക്റ്റേഷൻ വരും. ഡിക്റ്റേഷനിൽ ആരൊക്കെയാണ് ഉത്തരം പറയുന്നതെന്ന് നോക്കട്ടെ. ഗെറ്റപ്പ്, എഴുന്നേൽക്കൂ. എഴുന്നേറ്റതിന് ശേഷം എന്താ ചെയ്യുക? നിങ്ങളുടെ മദർ പറയും പല്ല് തേക്കൂ അല്ലേ? പല്ല് തേക്കൂ എന്ന് പറയണം. രാവിലെ എണീച്ചാലും നമ്മൾ ക്ലീൻ ചെയ്യണം, പല്ല് വൃത്തിയാക്കണം. സോ പല്ല് തേക്കൂ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത്? അതെ, ബ്രഷ്. ബ്രഷ്. എന്താ പറയുക? ബ്രഷ്. ബ്രഷ് യുവർ ടീത്ത്. ടീത്ത് എന്താ? പല്ല്. അതെ, ബ്രഷ് യുവർ ടീത്ത്. ബ്രഷ് തേക്കൂ. യുവർ നിങ്ങളുടെ ടീത്ത്. പല്ല് തേക്കൂ. ബ്രഷ് യുവർ ടീത്ത്. പല്ല് തേക്കൂ. ബ്രഷ് യുവർ ടീത്ത്. പല്ല് തേക്കൂ. പല്ല് തേക്കൂ. ബ്രഷ് യുവർ ടീത്ത് അല്ലേ? പിന്നീട് നമ്മളോട് പല്ല് തേക്കാൻ പറയും. ബ്രഷ് യുവർ ടീത്ത്. പല്ല് തേക്കൂ. അതിന് ശേഷം എന്താ പറയുക? പല്ല് തേച്ചതിന് ശേഷം പിന്നെ പറയും പോയി കുളിക്കാൻ പറയും അല്ലേ? പോയി കുളിക്കാൻ പറയും. അപ്പം പോയി കുളിക്കൂ. കുളിക്കൂ എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ? അതെ, കുളിക്കൂ എന്നതിൻ്റെ ഇംഗ്ലീഷാണ് ടേക്ക് എ ബാത്ത്. 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 ഒരു കുളിക്കൂ. കുളിക്കൂ, അതാണ് ടേക്ക് എ ബാത്ത്. ഒന്ന് കുളിക്കൂ. ടേക്ക് എ ബാത്ത്. ടേക്ക് എ ബാത്ത് എന്ന് പറഞ്ഞാൽ കുളിക്കൂ. ടേക്ക് എ ബാത്ത്.
ഒന്ന് കുളിച്ചിട്ട് വരൂ, കുളിക്കൂ എന്നൊക്കെ പറയുന്നതിനാണ് ടേക്ക് എ ബാത്ത് എന്ന് പറയാം. സോ ടേക്ക് എ ബാത്ത് ഇത് മൂന്നാമത്തെ സെൻറ്റൻസ് ആണ്. ആദ്യം പഠിച്ചത് എന്താ? ഗെറ്റ് അപ്പ്, എഴുന്നേൽക്കൂ. രണ്ടാമത് പഠിച്ചത് ബ്രഷ് യുവർ ടീത്ത്, പല്ല് തേക്കൂ. മൂന്നാമത്തെ സെൻറ്റൻസ് ടേക്ക് എ ബാത്ത്, ഒന്ന് കുളിക്കൂ. അങ്ങനെ കുളിച്ചതിന് ശേഷം പിന്നെ എന്താ പറയുക? അതെ, ഈറ്റ് യുവർ ഫുഡ്, നിങ്ങളുടെ ഭക്ഷണം കഴിക്കൂ. നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചാലല്ലേ എനർജി ഉണ്ടാവുള്ളൂ. എനർജി ഉണ്ടായാലല്ലേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും സ്കൂളിൽ പോകാനൊക്കെ കഴിയൂ. സോ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഈറ്റ് യുവർ ഫുഡ്, ഭക്ഷണം കഴിക്കൂ. അപ്പം എന്താണ് ഈറ്റിൻ്റെ സ്പെല്ലിങ്? EAT. യുവർ, നിങ്ങളുടെ ഭക്ഷണം. ഈറ്റ് യുവർ. ഫുഡിൻ്റെ സ്പെല്ലിങ് FOOD. ഈറ്റ് യുവർ ഫുഡ്, ഈറ്റ് യുവർ ഫുഡ്, ഭക്ഷണം കഴിക്കൂ, ഭക്ഷണം കഴിക്കൂ, ഭക്ഷണം കഴിക്കൂ, കഴിക്കൂ, ഭക്ഷണം കഴിക്കൂ. ഈറ്റ് യുവർ ഫുഡ് അല്ലേ? ഈറ്റ് യുവർ ഫുഡ്, ഭക്ഷണം കഴിക്കൂ, ഭക്ഷണം കഴിക്കൂ. ഈറ്റ് യുവർ ഫുഡ്, ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക, യുവർ നിങ്ങളുടെ, ഫുഡ് ഭക്ഷണം. ഈറ്റ് യുവർ ഫുഡ്, ഭക്ഷണം കഴിക്കൂ. ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്താ പറയുക? സ്കൂളിൽ പോകൂ, ഗോ ടു സ്കൂൾ, ഗോ ടു സ്കൂൾ. എന്താ പറയുക? ഗോ ടു സ്കൂൾ. ഗോ, പോകുന്നു. എങ്ങോട്ട്? ടു സ്കൂൾ, സ്കൂളിലേക്ക് പോകുന്നു. ഗോ ടു സ്കൂൾ, സ്കൂളിൽ പോകുന്നു അല്ലേ? ഗോ ടു സ്കൂൾ, സ്കൂളിലേക്ക് അല്ലേ? സ്കൂളിലേക്ക് പോകും പിന്നല്ലേ? ഗോ ടു സ്കൂൾ, ഗോ ടു സ്കൂൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പഠിച്ചത് എന്താ? ഫസ്റ്റ് പഠിച്ചത് ഗെറ്റ് അപ്പ്, എഴുന്നേൽക്കൂ. ബ്രഷ് യുവർ ടീത്ത്, പല്ല് തേക്കൂ. ടേക്ക് എ ബാത്ത്, കുളിക്കൂ. ഈറ്റ് യുവർ ഫുഡ്, നിങ്ങളുടെ ഭക്ഷണം കഴിക്കൂ. അഞ്ചാമത്തെ സെൻറ്റൻസ് ഗോ ടു സ്കൂൾ, സ്കൂളിലേക്ക് പോകൂ. അപ്പോൾ ഇത്രയും 5 സെൻറ്റൻസും 6 വേർഡ്സും ഇന്ന് പഠിച്ചു. ഇന്ന് പഠിച്ച 6 വേർഡ്സ് എന്ത് ചെയ്യണം? ഒരു ഡിക്റ്റേഷൻ നടത്താൻ പോവുകയാണ്. സോ വീഡിയോ പൗസ് ചെയ്തിട്ട് വേഗം പെൻസിലും നോട്ട്ബുക്കും എടുത്തിട്ട് വരിക. എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ 1 എന്ന നമ്പർ കൊടുക്കുക, 2 നമ്പർ കൊടുക്കുക, 3 നമ്പർ കൊടുക്കുക താഴേക്ക്. എന്നിട്ട് വീഡിയോ പൗസ് ചെയ്തോ. നോട്ട്ബുക്കും പെൻസിലും എടുത്ത് തിരിച്ച് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എഴുതിക്കോളൂ. ആദ്യത്തെ വേർഡാണ് പറയാൻ പോകുന്നത്. നോട്ട്ബുക്കിൽ പെൻസിൽ വെച്ചിട്ട് എഴുതുക. ആദ്യത്തെ വേർഡാണ് ക്യാറ്റ്. ഇവിടെ ക്യാറ്റ് എന്ന് എഴുതണം. ഈ 1 എന്ന് എടുത്തോട്ട് ക്യാറ്റ് എന്ന് എഴുതുക. ക്യാറ്റ്, ക്യാറ്റ് എഴുതിയല്ലോ. രണ്ടാമത്തെ വാക്കാണ് കൗ. കൗ വീഡിയോ പൗസ് ചെയ്തിട്ട് എഴുതുക. വീണ്ടും വീഡിയോ റെസ്യൂം ചെയ്യുക. കൗ എഴുതിയല്ലോ. മൂന്നാമത് ഹെന്ന്. ഹെൻ എഴുതിയല്ലോ. ഇനി 4ഉം 5ഉം 6ഉം വേർഡ്സ് ആണ് പറയുന്നത്. നാലാമത്തതാണ് റോസ്. റോസ്, റോസ് എഴുതിയോ? റോസ്, റോസ് എഴുതി. നെക്സ്റ്റ് ഹിബിസ്കസ്. ഹിബിസ്കസ് എഴുതി. അടുത്തത് ജാസ്മിൻ. ജാസ്മിൻ എഴുതിയോ? ഓക്കെ, ജാസ്മിൻ എഴുതി. ഇനി ഇവിടെ ഇതിൻ്റെ കറക്റ്റ് എഴുതാൻ പോവാണ്. അപ്പോൾ ശരിയായവർ മാത്രം ടിക്ക് ചെയ്യുക. ആദ്യത്തത് ക്യാറ്റ് ആയിരുന്നു. ക്യാറ്റിൻ്റെ സ്പെല്ലിങ് എഴുതിയവർ ശരിയായിട്ട് ആയിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം? ടിക്ക് ചെയ്താൽ മതി കേട്ടോ. ക്യാറ്റ് ശരിയാണോ? ശരിയായവർ മാത്രം ടിക്ക് ചെയ്താൽ മതി. കൗ, കൗ ശരിയായിട്ടുണ്ടെങ്കിൽ മാത്രം ടിക്ക് ചെയ്യുക. ഹെൻ, കോഴി ശരിയായിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. അടുത്തത് ഫ്ലവേഴ്സിൻ്റെ 3 വേർഡ്സാണ് പഠിച്ചത്. റോസ്, ഹിബിസ്കസ്. ഹിബിസ്കസിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് അവർ മാത്രം ടിക്ക് ചെയ്താൽ മതി. ഹിബിസ്കസ്. അടുത്തത് ജാസ്മിൻ. ജാസ്മിൻ, മുല്ല. ജാസ്മിൻ, മുല്ല ശരിയായവർ മാത്രം ടിക്ക് ചെയ്താൽ മതി. ഇനി അടുത്തൊരു ഡിക്റ്റേഷനാണ്. അടുത്ത ഡിക്റ്റേഷൻ ഇതാണ്. അടുത്ത ഡിക്റ്റേഷൻ ഇവിടെ 1 എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക? ഓക്കെ, എഴുന്നേൽക്കൂ. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഗെറ്റപ്പ്, ഗെറ്റപ്പ്. ഓക്കെ, ആരൊക്കെയാണ് പറഞ്ഞത്? വെരി ഗുഡ്, പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് വേഗം പറയണം. അടുത്തതാണ് പല്ല് തേക്കൂ. അതിന് ഇംഗ്ലീഷ് എന്താ? എന്താണ്? ബ്രഷ്, ബ്രഷ് യുവർ ടീത്ത്. ബ്രഷ് യുവർ ടീത്ത്, ബ്രഷ് യുവർ ടീത്ത്. ഓക്കെ, പറഞ്ഞവർക്കൊക്കെ എന്ത് ചെയ്യാം? ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് പറഞ്ഞവർ. ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് പറയാണ്. അതിൻ്റെ ഇംഗ്ലീഷ് ആരാദ്യം പറയുന്നത് നോക്കട്ടെ. സ്കൂളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്നു.
എന്താണ് അതിന് ഇംഗ്ലീഷ്? അതെ, ഗോ ടു സ്കൂൾ, സ്കൂളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ 3ൻ്റെ ഇംഗ്ലീഷും പറഞ്ഞവർക്ക് എന്ത് ചെയ്യാണ്? 3 സ്റ്റാർ. പറഞ്ഞവർക്ക് മാത്രമാണ് 3 സ്റ്റാർ. അല്ലാത്തവർ പഠിക്കണം, വീണ്ടും വീഡിയോ കാണുക, എന്നിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ സ്റ്റാർ കിട്ടും കേട്ടോ. അപ്പോൾ 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇംഗ്ലീഷ് ആയിരുന്നു. നമ്മൾ എത്ര സെൻറ്റൻസാണ് പഠിച്ചത്? 5 സെൻറ്റൻസ് പഠിച്ചു, 6 വേർഡ്സും പഠിച്ചു, 6 വേർഡ്സും പഠിച്ചു. ഇനിയും ഒരുപാട് ഇംഗ്ലീഷിൽ കുറേ കാര്യങ്ങൾ പഠിക്കും. അതിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ആരൊക്കെ ശരിയായിട്ട് പറഞ്ഞു എന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അതിനാണ് കമൻറ്റ് ബോക്സ് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തിയാലേ എപ്പോൾ വീഡിയോ ഇടുന്നോ ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കൂ. കുറഞ്ഞ സമയം മാത്രം വീഡിയോ കണ്ടിരുന്നാൽ മതി. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.